ഗുരുവായൂർ ആനയോട്ട വിശേഷങ്ങളിലേക്ക്. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിക്കും. നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ബാലു, കൃഷ്ണനാരായണൻ, രവികൃഷ്ണൻ എന്നീ 3 ആനകൾ ആനയോട്ട ചടങ്ങിൻ്റെ മുൻനിരയിൽ അണിനിരക്കും. ആനകളും ജനങ്ങളും തമ്മിൽ സുരക്ഷിതമായ അകലം പാലിച്ചാകും ആനയോട്ടം നടത്തുക. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം മാർച്ച് 9-ന് തിരുവാറോട്ടോടെ സമാപിക്കും. സാനു കെ സജീവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാനു, ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടമാണ് ഇന്ന്. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണോ? വിവരങ്ങൾ. രോഹിണി, KP, എന്തായാലും ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ആനയോട്ടം ഇന്ന് നടക്കും. ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് ഈ ആനയോട്ടം നടക്കുക. അതേപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇന്ന് വൈകിട്ട് തുടക്കമാകും. ഇന്ന് വൈകിട്ടാണ് കൊടിയേറ്റ് നടക്കുക. തന്ത്രിയായിരിക്കും കൊടിയേറ്റ് നടത്തുന്നത്. എന്തായാലും വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള, അതേപോലെ തന്നെ വിശേഷാൽ പൂജകളും അതേപോലെ തന്നെ ഘോഷയാത്രകളാലും അതേപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളാലും സമ്പന്നമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുഭവനപുരിയിലെ ഉത്സവം. അതിനുള്ള തുടക്കം ഇന്ന് കുറിക്കുക. ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് ഈ ഉത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ആനയോട്ടം നടക്കുക. 10 ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുക്കുക എന്നാണ് ഗുരുവായൂർ ദേവസ്വം അറിയിച്ചിട്ടുള്ളത്. ബാലു, നാരായണൻ, രവികൃഷ്ണൻ എന്നീ 3 ആനകളാണ് ആനയോട്ടത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടാവുക. ഇവരെ അനുഗമിച്ചുകൊണ്ട് ഗോപികൃഷ്ണൻ, സിദ്ധാർത്ഥൻ എന്നിവർ കരുതൽ ആനകളായും ഉണ്ടാകും. 10 ആനകളാണ് ഈ ഒരു ചടങ്ങിന് വേണ്ടി പങ്കാളികളാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നിലവിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂർത്തിയായിരിക്കുകയാണ്. ആനയോട്ടത്തോടനുബന്ധിച്ചുള്ള വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളും അതേപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളും അടക്കം ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്യൂ സംവിധാനങ്ങളടക്കം ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. ഈ ആനയോട്ടത്തോടനുബന്ധിച്ച് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇരുഭാഗങ്ങൾ, ഈ ആന ഓടുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ആനയോട്ട ചടങ്ങ് നടക്കുന്ന ഇരുഭാഗങ്ങളിലും പ്രത്യേക ബാരിക്കേഡ് സംവിധാനങ്ങളടക്കം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്യൂരിറ്റി വിഭാഗവും പോലീസും അതേപോലെ തന്നെ പ്രത്യേക വോളണ്ടിയർമാരടക്കം ചേർന്നുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് 10 ദിവസങ്ങളിലും ഈ പ്രത്യേക കലാപരിപാടികൾ അതേപോലെ തന്നെ മറ്റ് പല ചടങ്ങുകളും സാംസ്കാരിക പരിപാടികളടക്കം ഈ ഒരു ഉത്സവ ദിവസങ്ങളിൽ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ കേരളത്തിൻ്റെ തനത് കലകളാകും ഈ ഒരു ഉത്സവത്തോടനുബന്ധിച്ചുള്ള പരിപാടികളിൽ ഈ ചടങ്ങുകളിലൊക്കെ ഉണ്ടാവുക. അതായത് സാംസ്കാരിക പരിപാടികൾക്കൊപ്പം കലാപരിപാടികളും അണിയിച്ചൊരുക്കുന്ന അല്ലെങ്കിൽ അതിനെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ള സംവിധാനമാണ് ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഗുരുവായൂരിൽ ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ മറ്റെല്ലാ ചടങ്ങുകൾക്കൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർക്ക് തടസ്സമില്ലാതെ ദർശനം നടത്തുന്നതിനും അവർക്ക് ദർശനം നടത്തി തിരികെ മടങ്ങുന്നതിനുമുള്ള വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളും ഈ ഗുരുവായൂർ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചില ക്രമീകരണങ്ങളും ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അന്നേ ദിവസത്തിലെ ഈ ദർശനത്തിനടക്കമുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ദേവസ്വം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആനയോട്ടത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാണ്. 10 ആനകളാണ് ഈ ആനയോട്ടത്തിൽ പങ്കാളിയാവുക. 3 ആനകൾ ആയിരിക്കും ഈ ആനയോട്ടത്തിൽ മുൻനിരയിലുണ്ടാവുക. ഒപ്പം 2 ആനകൾ ഈ ഒരു ചടങ്ങിനെ അനുഗമിക്കുമെന്നും കൂടി ദേവസ്വം വ്യക്തമാക്കിയിട്ടുണ്ട്. രോഹിണി. ശരി, സാനുവാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂർ ആനയോട്ടത്തിനുള്ള എല്ലാ ഉത്സവത്തിനും ഇന്ന് വൈകിട്ടോടെ തുടക്കമാവുകയാണ്.